എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ലിവിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പനിയും ജലദോഷവും പമ്പ കടക്കാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും ഉപയോഗിക്കുന്ന ഔഷധ സസ്യമായ പനിക്കൂർക്കയുടെ ഔഷധ ഗുണങ്ങൾ നോക്കാം. പനിക്കൂർക്കയ്ക്ക് കർപ്പൂരവള്ളി, കഞ്ഞികൂർക്ക, നവര എന്നിങ്ങനെ വിവിധ പ്രാദേശിക നാമങ്ങളുണ്ട്. ശിശുക്കളിലും മുതിർന്നവരിലും കഫത്തെ അകറ്റാനുള്ള സവിശേഷ ശേഷിയുണ്ട്. നവജാത ശിശുക്കളിൽ നീരിളക്കം തടയുന്നതിന് പനിക്കൂർക്കയില വാട്ടി നെറുകയിൽ വെക്കുന്നത് ഫലപ്രദമാണ്. മാത്രമല്ല, നീറിപ്പുകയുന്ന ലേപനങ്ങളൊന്നും പുരട്ടിക്കൊടുക്കാനാവാത്ത പ്രായത്തിൽ കുഞ്ഞു കിടക്കുന്നതിനടുത്ത് 2-3 ഇലകൾ ചതച്ചു വെച്ചു കൊടുത്താൽ മൂക്കിലെ കഫം നീങ്ങി നന്നായി ശ്വാസം എടുക്കുന്നതിന് സഹായകമാണ്. ഇലകൾ വാട്ടിയ ശേഷം പിഴിഞ്ഞെടുത്ത നീരിൽ ചെറുതേൻ ചേർത്ത് സേവിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും കഫശല്യവും ചുമയും അകറ്റുന്നു. പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതും ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, പനി എന്നിവയെ അകറ്റുന്നു. മഴക്കാലമായാൽ നാട്ടിൻപുറങ്ങളിൽ പനിക്കൂർക്കയ്ക്ക് വലിയ ഡിമാൻഡാണ്. മഴക്കാലത്തെ പ്രധാനിയായ പകർച്ച പനിയെ പ്രതിരോധിക്കാൻ മികച്ച ഔഷധമാണ് പനിക്കൂർക്ക. പേര് സൂചിപ്പിക്കുന്നത് പോലെ പനി മാറുവാൻ ഏറ്റവും നല്ല ഔഷധമാണ് പനിക്കൂർക്ക. കൂടാതെ കഫക്കെട്ട്, വയറുവേദന, ചുമ, നീർക്കെട്ട് തുടങ്ങിയ സ്വാഗുകൾക്കും പനിക്കൂർക്ക നല്ലതാണ്. ഇലകൾ ഒരു സ്പൂണിലോ തവിയിലോ എടുത്ത് ഇളം തീയിൽ ചൂടാക്കി വാട്ടിപ്പിഴിഞ്ഞെടുക്കുന്ന നീരിൽ അല്പം തേനും 3 പ്രാവശ്യമായി കഴിച്ചാൽ കഫക്കെട്ടിന് ശമനമുണ്ടാകും. പനിയും ജലദോഷവും ഉള്ളവർ ഇതിൻ്റെ ഇലട്ടു ആവി പിടിച്ചാൽ നന്നായിരിക്കും. പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പനിക്കൂർക്കയിലയുടെ നീര് ദിവസവും മിതമായ രീതിയിൽ കഴിക്കുന്നത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകാൻ സഹായിക്കുന്നു. തലയിൽ തേക്കാനായി എണ്ണ കാച്ചുമ്പോൾ പനിക്കൂർക്കയുടെ ഇലകൾ അരച്ചു ചേർത്താൽ നീർവീഴ്ചയും ജലദോഷവും ഇല്ലാതാകും. 100 മില്ലി വെളിച്ചെണ്ണയിൽ 10-15 ഇലകൾ അരച്ചെടുത്ത് ചേർക്കുക. ചൂടായി തുടങ്ങുമ്പോൾ ഇലയിലെ ജലാംശം പൊട്ടിത്തെറിക്കുന്നതായി കാണാം. തുടർന്ന് 2-3 മിനിറ്റ് ചൂടാക്കി ഇലകൾക്ക് തവിട്ട് നിറമാകുമ്പോൾ തീ അണയ്ക്കാം. എണ്ണ തണുക്കുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇതിൻ്റെ ഇലകളുടെ ഗന്ധം മുറികളിലെ പല്ലിയുടെയും പാറ്റയുൾപ്പെടെയുള്ള പ്രാണികളുടെയും ശല്യമകറ്റാൻ സഹായകമാണ്. തലമുടി വളരുന്നതിനായി മൈലാഞ്ചി, നെല്ലിക്ക തുടങ്ങിയവടങ്ങിയ വിവിധ ഹെയർ പൈക്കുകളും നരയകെട്ടുന്നതിനുള്ള ഡൈയും മറ്റും തലയിൽ പുരട്ടിയിരിക്കുമ്പോഴുള്ള നീരിറക്കം ഒഴിവാക്കുന്നതിന് പ്രസ്തുത മിശ്രിതങ്ങളിൽ പനിക്കൂർക്ക കൂടി അരച്ചു ചേർക്കുന്നത് ഏറെ ഫലപ്രദമാണ്. പനിക്കൂർക്ക ദഹനത്തെ നന്നായി സഹായിക്കുന്നു. ചമ്മന്തി ഇരയ്ക്കുമ്പോൾ ഇതിൻ്റെ പച്ചയിലയും ഒരു ചേരുവയാക്കാം. ബജി ഉണ്ടാക്കാനും ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ഉണക്കിപ്പൊടിച്ച ഇലകൾ ഇന്ത്യൻ ഒറിഗാനോ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാണ്. ഇത് മസാലപ്പൊടികളിലും മറ്റും ചേർക്കാറുണ്ട്. എല്ലാവരും വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.